ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലോക പരിസ്ഥിതി ദിനക്യൂസ് 2026 പാർട്ട് 6 ആണ് കേട്ടോ. പാർട്ട് 6. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ സംരക്ഷണ കവചം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓസോൺ പാളി. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള രാജ്യം ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഉത്തരം ഗംഗ ഡോൾഫിൻ. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന പ്രധാന സ്ഥലം എവിടെയാണ്? ഉത്തരം ഇടുക്കി. ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ജൈവ കൃഷി. ഇനി നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക വന്യജീവി ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 3. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 2. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 11. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ്? ഉത്തരം വയനാട്. ഇനി നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം കുട്ടനാട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ ലോക പരിസ്ഥിതി ദിനക്യൂസ് പാർട്ട് 6 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 5 മുതലുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ അത് വേഗം പോയി കാണുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പാർട്ട് 7 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.